ക്വിസ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് എന്ന്? ഉത്തരം 1947 ആഗസ്റ്റ് 15. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യ സമരകാലത്ത് നവജീവൻ എന്ന പത്രം ആരംഭിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഉത്തരം പ്രധാനമന്ത്രി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം ലോർഡ് മൗണ്ട്ബാറ്റൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം 1919. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം ബോംബെ. ഇന്ത്യയുടെ ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആര്? ഉത്തരം ഹഡ്സൺ പ്രഭു. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1857. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായ വർഷം ഏത്? ഉത്തരം 1600. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അരുണ ആസഫ് അലി. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ആചാര്യ JB കൃപലാനി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ടിന്റെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം 1947. ഗാന്ധി ഇർവിൻ സന്ധി നടന്ന വർഷം ഏത്? ഉത്തരം 1931. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആര്? ഉത്തരം സരോജിനി നായിഡു. കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിത ആര്? ആനി ബസന്റ്. സാരേ ജഹാം സേ അച്ഛാ എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം മുഹമ്മദ് ഇക്ബാൽ. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? ഉത്തരം 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി ഇന്ത്യയിലെത്തിയ വർഷം ഏത്? ഉത്തരം 1915 ജനുവരി 9.
ജാലിയൻ വാലാബാഗിൽ വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേരെന്ത്? ഉത്തരം ജനറൽ റെജിനാൾഡ് ഡയർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം 1919 ഏപ്രിൽ 13. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ദാദാഭായ് നവറോജി. ഇംഗ്ലീഷുകാരുടെ ഭരണം സ്ഥാപിക്കുന്നതിന് കാരണമായ യുദ്ധം ഏത്? ഉത്തരം പ്ലാസി യുദ്ധം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുൻപ് ഇന്ത്യ ഭരിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ബ്രിട്ടൻ. ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? ഉത്തരം 1950 ജനുവരി 26. ലാൽ ബാൽ പാൽ എന്നീ ചുരുക്കപ്പേരുകളിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരൊക്കെയാണ്? ഉത്തരം ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ആര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദേശകാര്യ മന്ത്രി ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ കേന്ദ്ര വാർത്താവിതരണ മന്ത്രി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ആരാണ്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയത് ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായാണ്? ഉത്തരം ഖിലാഫത്ത് പ്രസ്ഥാനം. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1905 ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം ഹഡ്സൺ പ്രഭു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം മംഗൾ പാണ്ഡെ. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റിപ്പൺ പ്രഭു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം എ.ഒ. ഹ്യൂം. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.